സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരു ലൈവ് കണ്ടായി പിന്നെ എന്റെ പിരി ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. ഇത് നേരെ ആവുന്നില്ല. എന്തുവാണ് ഇത്? ആദ്യം എല്ലാരെയും പോലെ തന്നെ ഞാൻ വിചാരിച്ചു ഇത് സ്ക്രിപ്റ്റ് ആണെന്ന്. പിന്നെ അങ്ങോട്ട് ആദ്യം ഞാൻ വിചാരിച്ചു ഇതിന്റെ ഒരു കിടപ്പോഷം കണ്ടപ്പോ ഇത് മൊത്തം കോമഡി സംഭവമായിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇതിനകത്ത് തീരെ കോമഡി ഇല്ല. എന്തിന്റെ പേരും പറഞ്ഞു തന്നെ ഇവര് ഫ്ലെക്സ് ചെയ്തു, അതിന്റെ പേരിൽ തന്നെ വഴക്കായി. ഗൈസ്, പുറകിലിരിക്കുന്ന ഗൈസ് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ നെല്ല് പോലെ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് നമ്മൾ അടിച്ചു പിരിഞ്ഞാണ്ടല്ലോ, അവനെ അങ്ങ് കൊന്നേക്കണം. അല്ലെ MRC ഗ്യാങ്ങിന് അറിയാൻ എന്തോ പറ്റുമെന്ന്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. I am recently bothered of what I saw. ഇന്റർനാഷണൽ ആയിട്ട് ഈ തീട്ട കേസ് ഞാൻ തിരെ കൈയടിക്കുന്നു. ഇവിടെ ആരും ഓടി ഒളിമ്പിക്സ് ജയിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ ദൂരെ കമ്പെടുത്തെറിഞ്ഞത് ഇമ്മാരല്ല. Social media right now. There is this group named MRC from Kerala. ഇപ്പൊ അത് തന്നെ ആ വീഡിയോ ഞാൻ കണ്ടു. ഒന്നുമില്ല, നല്ല മാത്രമാണ് ആന്റി പറയുന്നത്. കഞ്ചാവ് അടിക്കരുതെന്ന് ബോധവൽക്കരിക്കുക. പക്ഷെ എന്റെ പൊന്നു തള്ള, നിങ്ങൾക്ക് ഫിലിപ്പീൻസിൽ ഇരുന്നുകൊണ്ട് കേരളത്തിൽ നിന്ന് വള്ളി പിടിക്കണ. An entire Kerala is waiting for just one entry. ഏതാ എൻ്റെയർ കേരള? വീണ്ടും ഒരു ഹിന്ദു മുസ്ലിം ജോഡികൾ കൂടെ കേരളത്തിൽ കല്യാണം കഴിക്കാൻ പോകുന്നു. തൊപ്പി മറ്റൊരു റിലേഷൻഷിപ്പിലാണ്. ആളുടെ പേര് എനിക്കത്ര വലിയ ബുദ്ധിയൊന്നും ഇല്ല, ഞാൻ വലിയ ശാസ്ത്രജ്ഞനും അല്ല, ഞാൻ വലിയ കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തിയിട്ടുമില്ല. പക്ഷെ എനിക്ക് ഇത്ര മനസ്സിലാവുമായിരുന്നു, തൊപ്പിക്ക് ആ റിലേഷൻഷിപ്പ് അത്ര പബ്ലിക് ആക്കാൻ താല്പര്യമില്ലായിരുന്നു. ഒരു റിലേഷൻഷിപ്പ് പബ്ലിക് ആക്കാൻ ആ റിലേഷൻഷിപ്പിലുള്ള ആൾക്ക് താല്പര്യമില്ല. പിന്നെ എന്താ ഊഞ്ഞാനാണോ ഫോട്ടോ എടുത്തിട്ടേക്കുന്നത്? ഇത് ബ്ലർ ചെയ്തത് ഞാനാ. ഇത് ശരിക്കലത്തെ ഫോട്ടോ ബ്ലർ ഒന്നും ഇല്ല. ഒരാൾക്ക് ഒരു കാര്യം പുറത്തു വിടാൻ താല്പര്യമില്ലെങ്കിൽ അത് വിടരുത്. അത് വലിയ ബുദ്ധിയൊന്നും വേണ്ട അത് മനസ്സിലാക്കാൻ. അതങ്ങനെ നീലക്കോയിലല്ലേ ഈ നാട്ടിലെ രാജാവ്. അപ്പൊ അവരുടെ ഭടന്മാരുടെ ഫോൺ നാട്ടുകാരുടെ കാലിനിടയല്ലേ വെക്കത്തുള്ളൂ. ഒരു മരണ വീട് പോലും വെറുതെ വിടാറില്ല. ഇപ്പഴാ ഓർത്തത്. പിന്നെ അതിന്റെ ഇടയിൽ മതം ഇവിടുന്ന് വന്ന് കുടിച്ചതും ഇവന്റെ കഞ്ചാവും ഇതുമെല്ലാം മൊത്തം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോട്ടെ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ അല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഈ സോഷ്യൽ മീഡിയ വന്ന് എക്സ്പോസ് ചെയ്യുമ്പോൾ ഇവിടെ ശരിയായ ആളല്ലല്ലോ ജയിക്കുന്നത്. ആൾക്കാർ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവൻ ജയിക്കും. അവൻ ഇനി തെറ്റാണേലും ശരിയാണേലും. അതിനാൽ തന്നെ ഏതവൻ ഏറ്റവും ആദ്യം ഏറ്റവും കറക്റ്റ് ടൈമിങ്ങിൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള കള്ളം പറയുന്നോ അവൻ ജയിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ല കള്ളം അല്ല വേണ്ട 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞിട്ടെ, ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം ഡ്രഗ്സ് എന്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി. അവന്മാര് സ്വന്തമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ ഇല്ല എന്ന് നമുക്കറിയേണ്ട ആവശ്യമില്ല. അവന്മാരെ യൂസ് ചെയ്ത് ഓവറായി കഴിഞ്ഞാൽ അവന്മാരെ തന്നെ അവസാനം തൂങ്ങിച്ചാവും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അത് മാത്രമല്ല. യവന്മാര് യൂസ് മാത്രം ചെയ്തെന്നല്ല അക്യൂസ് ചെയ്തേക്കുന്ന. മൈനർ ആയിട്ടുള്ള പിള്ളേർക്ക് ഡ്രഗ്സ് നിർബന്ധിച്ചു കൊടുത്ത് എന്തൊക്കെയോ ചെയ്യിപ്പിച്ചു എന്നാണ് അക്യൂസ് ചെയ്തേക്കുന്നത്. ഉള്ള കാര്യം പറയല്ലേ, അവന്മാരുടെ അടുത്ത് ഞാൻ കോമാളിത്തരം മാത്രമേ വിചാരിച്ചോളൂ. ഇമാതിരി സംഭവം ഞാൻ വിചാരിച്ചില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ സീരിയസ് ആ. ഈ കാര്യം വെറുതെ പറയുന്ന പോലൊന്നും അല്ല. ഇത് വെറുതെ കേട്ടോണ്ടിരിക്കുന്നവർക്ക് വേണം പോലീസിൽ കൊണ്ടുപോയി പരാതി കൊടുക്കുക. കാരണം അവർ മൈനേഴ്സാ. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ പോലീസ് ഇടപെടൽ ചെയ്തവനും പെടും, ലഹരി കൊടുത്തവനും പെടും, സ്ഥലം കൊടുത്തവനും പെടും. പിന്നെ ഈ ഒരു പ്രശ്നം കൊണ്ട് ശരിക്കും ഗുണം ഉണ്ടാവാൻ പോകുന്നത്, തൊപ്പി ഇന്നലെ വന്നിട്ട് വീഡിയോ പ്രൂഫ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് വിത്ത് വാങ്ങാൻ. വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 മാസത്തെ BMW പെട്രോളിന്റെ ചെലവ് തൊപ്പിയുടെ പ്രശ്നം നോക്കിക്കോളൂ. തൊപ്പി ഫേക്ക് ആണെന്നേ അന്നേ നിങ്ങളോട് എല്ലാരോടും ഞാൻ പറഞ്ഞു. ഇത് ആരാ? നമ്മുടെ ബീഫോ? ഇപ്പൊ അവന്റെ എല്ലാ ഉടായ്പും പൊളിഞ്ഞില്ലേ? അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി ഫേക്ക് ആണെന്ന്. ഇതേ ബീഫിനെ അല്ല അന്ന് ഏതാണ്ട് ഫേക്ക് പരിപാടി കാണിച്ചിട്ട് ആൾക്കാരെല്ലാം കൂടെ എടുത്ത് പഞ്ഞി കിട്ട അവസാനം ബീഫ് ഭയങ്കര ഇന്നാക്റ്റീവ് ഒക്കെ ആയി. പിന്നെ പ്രശ്നത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി ഡിപ്രഷനിൽ പോയ ബീഫല്ലേ ഈ ബീഫ്. ഞാൻ എന്ന വ്യക്തി അല്ലെങ്കിൽ ഷാജഹാൻ, നിങ്ങൾ പോസ്റ്റ് ഷാജ എന്ന് വിളിക്കുന്ന ഞാൻ, നിങ്ങളെ ഇന്ന് വരെ ആയിട്ട് ഒരു സിഗരറ്റോ അല്ലെങ്കിൽ ഒരു കഞ്ചാവോ അല്ലെങ്കിൽ ഒരു MDMO എന്തെങ്കിലും ലഹരിപരമായിട്ട് നിങ്ങളെ ഞാൻ ഉപയോഗപ്പെടുത്തി അല്ലെങ്കിൽ ഒരു സിഗരറ്റ് വരെ എന്റെ സ്വന്തം പൈസ കൊണ്ട് ഞാൻ മുതലെടുക്കില്ല. മനസ്സിലായി. സിഗരറ്റും ലഹരി ഒന്നും യൂസ് ചെയ്യാത്തത് നല്ല കാര്യം തന്നെ. കീപ് ഇറ്റ് അപ്പ്. അങ്ങനെ തന്നെ പോണം. പക്ഷെ അതില്ല എന്നുള്ള പേര് മാത്രം എല്ലാരും നല്ല മനുഷ്യരാവത്തില്ല. ഇന്നേ വരെ ഒരു ലഹരി പോലും കൈ കൊണ്ട് പോലും തൊടാത്ത, തല തൊട്ട് കാല് വരെ വിഷം മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരെ എനിക്കറിയാം. എന്നാൽ ലഹരി
യൂസ് ചെയ്യുന്ന ചില ശുദ്ധ മനസ്സുള്ള ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് ഈ വിധ കാര്യങ്ങളൊന്നും ഇല്ലാന്നും പറഞ്ഞ് ഞാനൊരു പുണ്യാള മനുഷ്യൻ എല്ലാം കൊണ്ടും തികഞ്ഞവനാന്ന് വിചാരിക്കരുത്. ഞാനിതൊന്നും പ്രൊമോട്ട് ചെയ്യുമല്ലോ കേട്ടോ, അതൊരിക്കലും ചെയ്യരുത്, ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇത് കെമിക്കൽ ലഹരിക്ക് ബാധകമല്ല കേട്ടോ, അതെന്തായാലും മുടിയും. അയ്യോ കഷ്ടം. കൺവിൻസ്ഡ്, സീ യു ടുമോറോ. നമ്മുടെ കേരളത്തിനൊരു കട്ടപ്പയൊക്കെ ആയില്ലേ ബാഹുബലി കേരള വേർഷൻ, പക്ഷെ കുറച്ച് തീട്ട കേസാണ്. ശരിക്കും പറഞ്ഞ ഇത് ഒരുപാട് ബാധിക്കും ഗൈസ്. ഈ സ്ട്രീമിങ് ഒരു തെറ്റായിട്ടുള്ള സംഭവമാണെന്ന് തോന്നുന്നു കുറച്ച് മുതിർന്ന ജനറേഷനിലുള്ള ആൾക്കാർക്ക്. മേ ബി ഇപ്പൊ ഒരു കൊച്ച് വീട്ടിൽ ചെന്ന് അതിന്റെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് ഇനി തൊട്ട് സ്ട്രീമിങ് തുടങ്ങണേ, എനിക്ക് വലിയ യൂട്യൂബർ ആവണം. അത് കേട്ട അമ്മ എന്തോ പറയും, ഞാൻ പറഞ്ഞതാ മനുഷ്യ വേണ്ട അവന് സ്ട്രീമിങ് തുടങ്ങണമെന്ന്, മറ്റേ പിള്ളേരെ കൂട്ട്, അതിന് ഞാൻ ഇവിടെ ചാവുന്നതാ. ഹനാൻ ഷാ ഇഷ്യൂ എന്താ കാര്യം? എന്താ ബ്ലർ ചെയ്തേക്കാം കുറച്ച്. എന്താ സംഭവം എന്നറിയാം? അനാൻ ഷാന്റെ വീഡിയോ നമ്മള് മറ്റേ ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോ, ബാക്കി ഞാൻ പറയുന്നില്ല. ഹനാൻ ഷായുടെ വീഡിയോ ഏതാണ്ട് കണ്ടോണ്ടിരുന്നത് തൊപ്പി ആ വീഡിയോയിലുള്ള ഏതോ ഒരു പെൺകുട്ടിയെ പറ്റി എന്തോ മോശമായിട്ട് പറഞ്ഞു. ഒന്നാമത് ഇതൊരു വൃത്തികെട്ട കേസാ. എന്തിനാ അതിനകത്തൊട്ട് മറ്റൊരാളെ വലിച്ചിടുന്നത്? മനസ്സിലായി? രണ്ടുപേരും ഇതിനകത്ത് ഏറ്റവും വലിയ പന്നൽ ഏതാന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ മോശമാണ് ഗൈസ്. ഈ കാര്യത്തിനെ പറ്റിയല്ല, പക്ഷെ വേറെ കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഇവര് ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നപ്പോ പറഞ്ഞ കുറെ കാര്യങ്ങൾ, ഒന്നിച്ച് എൻജോയ് ചെയ്ത് കേട്ടോണ്ടിരുന്ന കുറെ കാര്യങ്ങൾ, ഒരു വഴക്കിട്ട് കഴിഞ്ഞ് അപ്പുറത്ത് എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ ആടാ പറയുന്നേന്ന് പറഞ്ഞിട്ട് അതൊക്കെ മോശമാ. കുറെയൊക്കെ ഞാൻ നോക്കിയിട്ട് ഇവരുടെ പ്രശ്നത്തിൽ അതൊക്കെയാ ഉള്ളത്. അബ്ബാസി ഷബീർ അബ്ബാസി തോപ്പി. ശരിക്കും പറഞ്ഞപ്പോ ഇത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഗൈസ് ഡോണ്ട് ഫോൾ ഇൻ ടു ദിസ് ലൂപ്പ്. ഈ ലൈവ് ചാറ്റിലൊക്കെ കാണുന്നോണ്ട് തൊപ്പി മറ്റവരെ പറ്റി എന്തെങ്കിലും പറയുന്നേരം അത് കേട്ടോണ്ട് മറ്റവരെ തെറി വിളിക്കാൻ പോരുത്, മറ്റവരെന്തെങ്കിലും പറയുന്നേരം അത് കേട്ടോണ്ട് തൊപ്പിയെ തെറി വിളിക്കാൻ പോരുത്. എന്തിനാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ഓൺലൈൻ പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. എന്തിനാ ഒരുപാട് പറയുന്ന പോലീസും കഴിഞ്ഞ് കോടതിയും കഴിഞ്ഞ് ജയിലിൽ പോയി അവിടെ കുറ്റമൊന്നും ചെയ്യാത്ത ഒരു കിടപ്പുണ്ട്. അതുകൊണ്ട് ആരും കുറ്റം പറയാൻ നമ്മുടെ വിലപ്പെട്ട ടൈം നമ്മൾ കളയരുത്. നമ്മൾ കാണുന്നു, നമ്മൾ ചിരി ചെയ്യുന്നു, നമ്മൾ പോകുന്നു. കേരളം കൺവിൻസ് ചെക്കിംഗ് തൊപ്പിന്റെ റൂം. ഓ മാരി എന്നിട്ട് തൊപ്പിയുടെ റൂം ചെക്ക് ചെയ്യുമായിരിക്കും അല്ലേ? നോക്കാം. നീ ഒന്നും ഇത് കാണണ്ട, ഇത് ഏയാം, നീ ഒന്നും കാണണ്ട. എടാ ബുദ്ധി ഇല്ലേടാ, ബുദ്ധി. ഇതെങ്ങനെയാടാ ഈ കുഞ്ഞു പിള്ളേർ ഇങ്ങനെ ഇതാക്കിയെടുത്തത്? തൊപ്പി ഇല്ലാത്തപ്പോ തൊപ്പിയുടെ റൂമിൽ എല്ലാവരും കൂടെ പോയി തപ്പുക. അപ്പൊ എത്ര നാളത്തെ പ്ലാനിങ് ആയിരിക്കും ഇത്? ലാസ്റ്റിൽ എന്തായാലും ഉപയോഗിക്കേണ്ടി വരുമെന്ന് അറിയായിരുന്നു, അതാ വീഡിയോ ആയിട്ട് എടുത്ത് വെച്ച്. ഉള്ളത് പറയാം, ഈ വീഡിയോ ഒന്നും കൊണ്ട് നമുക്ക് ആരെയും വിലയിരുത്താൻ പറ്റത്തില്ല. എനിക്ക് എന്തായാലും പറ്റുന്നില്ല. ഞാൻ തന്നെ കണ്ട എല്ലാം കൂടെ ആ റൂമിനകത്ത് കയറ്റി വെച്ച് ഒരു കുപ്പിയും കയറ്റി വെച്ചിട്ട് ഞാൻ തന്നെ തുറന്ന് കയറി വന്ന് എക്സ്പോസ് ചെയ്യുന്ന പോലെ വീഡിയോ എടുത്തിട്ട് അങ്ങനെ ചെയ്യരുത്. എനിക്ക് പറഞ്ഞ രണ്ട് ടീമും കണ്ണിങ് ആയിട്ട് നിന്ന് എവിഡൻസ് കളക്ട് ചെയ്തുകൊണ്ട് രണ്ടുപേർക്കും എന്തെങ്കിലുമൊക്കെ പറയാനായി. ഇവർ ഈ രണ്ട് ടീമിൽ ഏതെങ്കിലും ഒരാൾ എവിഡൻസ് കളക്ട് ചെയ്യാൻ മറന്നുപോയി ഇന്നസെന്റ് ആയിട്ട് നിന്നിരുന്നെങ്കിൽ അവരുടെ പണി വാളിയാണ്. എല്ലാരും വിചാരിച്ചാൽ അവരാ തെറ്റുകാരെന്ന്. കാരണം മറ്റൊരു നേരത്തെ വലിയ പ്ലാനിങ് കൂടെ ഇരുന്നത് തെളിവ് അങ്ങോട്ട് നിരത്താൻ തുടങ്ങും. പ്ലാനിങ് ഇല്ലാതിരുന്നവര് മുഞ്ചി പോയത്. ഇനി പക്ഷെ രണ്ടുപേരും കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്താ അറിയാലോ? ഓലെന്താന്ന്, ഓലെന്തിനുള്ള കോഡ് വേർഡാന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. എന്തായാലും കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ? അല്ലേ? ഓലെടുക്കാൻ വേണ്ടി 3500 അയച്ചു കൊടുത്തേ. ഓല എന്തോ എനിക്കറിഞ്ഞുകൂടാ ശരിക്കും. കമന്റിനകത്ത് നല്ല സാധനമാണല്ലോ, പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി, എന്നാല് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇങ്ങനെ തരണേ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരണേ. ഗ്രൂപ്പിൽ എന്താ അപ്ഡേറ്റ്? പ്ലാന്, എന്നെ കൊല്ലാനുള്ള പ്ലാന്. ഞാൻ ഉറങ്ങുമ്പോ വിഷം തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനടാ. ഇത്രയും നോക്കി ഇതാക്കി വളർത്തിയിട്ട് തന്തയില്ലാത്തവന്മാര് പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്തവന്മാരാടാ. ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടേ ശരത്ത് ഷമീറിനെ വിളിച്ചത്. ഇഫ് ഇങ്ങനെയാണ് കേസ് എന്നുണ്ടെങ്കിൽ ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം അല്ല, ഒരു ചെറിയ കോൺട്രവേഴ്സി അല്ല, ഒരു യൂട്യൂബിൽ നിങ്ങളുടെ സംഭവം അല്ല. കൊല്ലാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അത് നേരെ പോലീസ് സ്റ്റേഷനിലാണ് പോകേണ്ടത്. ഏതായാലും കുറെ കാണുന്നതായിരുന്നു. തൊപ്പിയുടെ ലൈവിൽ ഇട്ട കുറെ കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ലായിരുന്നു. അതൊന്നും അങ്ങനെ എല്ലാരും തുറന്നു കാണിക്കാൻ പാടില്ല, എത്ര തന്നെ പ്രശ്നമാണേലും. സൂക്ഷിച്ചു എന്നാണ് പരാതി. ലഹരി സൂക്ഷിച്ച വലിയ കേസ് പോലെ സാമാനം അവിടെ ഇവിടെയൊക്കെ കാണിക്കുന്നുണ്ട്. കൊള്ളാം. ഇങ്ങനെ ചെയ്യരുത്. കോൺട്രവേഴ്സി അല്ല, ശരിക്കും ഒരു വലിയ ഹോട്ട് ടോപ്പിക് ആവേണ്ട സംഭവം. യൂട്യൂബ് ആണെങ്കിൽ ഇഷ്ടംപോലെ പിള്ളേർ നല്ല വീഡിയോസ് യൂട്യൂബിൽ ഇടാറുണ്ട്. പ്ലീസ് പ്രൊമോട്ട് ദാറ്റ്. ന്യൂസ് എന്ന് പറഞ്ഞാൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാനായിട്ട്, അല്ലാതെ വിവരക്കേട് ഗ്യാദർ ചെയ്യാനായിട്ടല്ല. എനിവേസ് എനിക്കിത് കൂടുതലൊന്നും പറയാനില്ല. ദിസ് വാസ് നോട്ട് ഫൺ. അതുകൊണ്ട് തന്നെ ഇതൊരു റോസ്റ്റ് വീഡിയോ ആയിട്ടൊന്നും ഞാൻ ഇറക്കില്ല, വെറുതെ എന്റെ റിയാക്ഷൻ മാത്രമായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റ. അതുവരെ ഈ വീഡിയോ കണ്ടോ.